നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ പറ്റിയ? അത് പിന്നെ ഞാൻ അത് മോളെ മോളെ ഇയാളെന്താ ചേച്ചി ഇവിടെ? അവിഹിതം അല്ല എന്തോന്ന്? എന്താടാ അവിഹിതത്തിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഉപദേശിക്കാനോ? അജയ, നീ വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ പറയുന്നതാണോ കുഴപ്പം? നിങ്ങൾ ഈ കാണിച്ചതൊന്നും കുഴപ്പമില്ലല്ലേ? ഞാൻ എന്ത് കാണിച്ചെന്നടാ? നീ എന്ത് കണ്ടെന്നാ? ഞാൻ മാത്രമല്ലല്ലോ ഇവരും കണ്ടതല്ലേ? എടാ, ഇയാൾ ഇവിടെ വന്നത് എന്നെ കൊല്ലാനാ. ഓ പിന്നെ കൊല്ലാൻ വന്നവൻ ഇരുട്ടത്ത് പമ്മി ഇരുന്ന് സാറ്റ് കളിച്ചോണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ആരെയാണ് പെണ്ണുപിള്ളെ ഈ പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്നത്? ഇവിടെ പറയടോ, നേര് പറ. താൻ എന്തിനാ ഇവിടെ വന്നേ? എല്ലാരും കേക്കട്ടെ. ഞാൻ കൊല്ലാനായിട്ട് വന്നതാ. കള്ളം പറഞ്ഞടാ പുല്ലേ. നീ ഇവരും ചേർന്നുള്ള ഒത്തുകളിയല്ലടാ ഇത്. ഇനി ഒരു അക്ഷരം മിണ്ടിയാ നിന്നെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. നീ കളിക്കരുത് കേട്ടോ. അവരെ രണ്ടുപേരെയും കോടതി പൊക്കിക്കൊണ്ടുപോയി അവിഹിതം തെളിയിക്കും. അത് മതിയെങ്കിൽ അത് മതി. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ലടാ. എന്നാ വിളിക്കടാ, നീ വിളിക്ക് പോലീസിനെ. എന്തിന്? കൊട്ടിഘോഷി ലോകം മുഴുവൻ അറിയിക്കാനോ? നിങ്ങൾക്ക് നാണമില്ലെങ്കിലും ഞങ്ങൾക്ക് നാണമുണ്ട്. മാണിക്യമംഗലത്തെ പെണ്ണുങ്ങള് ആണുങ്ങളില്ലാത്ത നേരം നോക്കി ജാരന്മാരെ വിളിച്ച് കടപ്പുറ കേട്ടുന്ന ആരെങ്കിലും അറിഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ? അഭിമാനമുള്ളൊരു ഈ കുടുംബത്തിൽ വേറെയുണ്ട്. നിങ്ങൾ ഒരാൾ പിഴച്ചു പോയതുകൊണ്ട് പേര് ദോഷം കിട്ടാൻ പോകുന്ന ഈ വീട്ടിലെ മറ്റു പെണ്ണും കൂടിയാ. എന്നാൽ നിനക്ക് എങ്ങനെ തോന്നിയടാ ചെറ്റത്തരം കാണിക്കാൻ? എന്റെ നിന്നെ ഒരു കൂടപ്പറമ്പിനെ പോലെയല്ലടാ സ്നേഹിച്ചത്. എന്റെ കൺട്രോൾ പോകും. പോടാ, എങ്ങോട്ടിലും പോടാ. എന്നെ ഒരു ഭ്രാന്തനാക്കാതെ എങ്ങോട്ടിലും ഇറങ്ങി പോടാ. കഷ്ടം. ഓടിറങ്ങി. എന്നാലും എടുത്ത് ഇത്രയും വേണ്ടിയിരുന്നില്ല. വിശ്വേട്ടൻ പോയിട്ട് 24 മണിക്കൂർ തികഞ്ഞില്ല. അതിനു മുമ്പ് നിങ്ങൾ അജയ്, നീ എന്തൊക്കെയാ പറയുന്നേ? വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വികാരങ്ങൾ. പാവൻ ഏട്ടൻ മക്കളെ, ഞാൻ പറയുന്ന നിങ്ങളെങ്കിലും ഒന്ന് വിശ്വസിക്ക്. മൈഥിലി, അയ്യോ, ഈശ്വരാ. എന്നാലും ചേച്ചി, എനിക്ക് അവരെ ഓർത്തല്ല സഹതാപം. ഇത്രയും കാലം അവര് കണ്ണു അടച്ച് വിശ്വസിച്ച നമ്മളെ ഓർത്താ. എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഈ മുഖം വീർപ്പിച്ച് കാണിക്കുന്നേ? നിങ്ങൾ എന്നെ പറ്റി അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. പിന്നെ എന്താ ഒന്നും മിണ്ടാത്തെ? മിണ്ടിയാൽ അതൊരു വെറും മിണ്ടലാവില്ല. പൊട്ടിത്തെറിച്ച് നിങ്ങളോ ഞങ്ങളോ ആരെങ്കിലും ഒരാൾ ഇല്ലാതാവും. അപ്പോ അപ്പോ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ല അല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വിശ്വാസം ഇല്ല. വാ ചേച്ചി. പരമനാറി അവൻ എല്ലാം കൂടെ. ഹലോ കരിമ്പായി, പറ. ഇയാള് വലിയ ലോഹിയൊന്നും പറയണ്ട കേട്ടോ. കാണിച്ചവരുമാര് ചെറ്റത്രായി പോട്ടോ. ഞാൻ എന്താ കാണിച്ചു നടു? നീ എന്തിനാടാ ആ പാവപ്പെട്ട സ്ത്രീയെ പറ്റി അനാവശ്യം പറഞ്ഞത്?
പിന്നെ ഞാൻ എന്തോ പറയണായിരുന്നു? താൻ ഇവിടെ വന്നത് അവരെ കൊല്ലാനായിരുന്നോ? എന്നിട്ട് ആ കൊട്ടേഷൻ ഞാൻ തന്നാണെന്നോ? ചേട്ടത്തനം കാണിച്ച് താനല്ലേടോ? താൻ ഇതിനോട് അവരോട് വിളമ്പിയത് കൊല്ലാൻ വന്നാണെന്നോ? അത് പിന്നെ അപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. എന്നാ പിന്നെ എന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. പിന്നെ പക്ഷെ എന്റെ പ്രസ്താവന കൊണ്ട് നമുക്ക് ചില്ലറ ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നത്. കണ്ടില്ലേ അവളുമാരെ അടിച്ചു പിരിഞ്ഞത്? ഇനിയിപ്പൊ അവളുമാരെ ഒറ്റയ്ക്ക് തീർക്കാൻ എളുപ്പമല്ലേടോ? എടാ അതൊക്കെ ശരിയാ, പക്ഷെ അതിനു വേണ്ടി നീ ഇന്ന് ഇല്ലാതാക്കിയതേ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മാനവ. ഓ ഒന്നുകൂടെ പറഞ്ഞേ, എന്നു മുതലാ ഈ അധോലോക നായകന്മാർക്ക് ധാർമ്മിക ചിന്തയൊക്കെ ഉണ്ടായി തുടങ്ങിയത്? താൻ വലിയ വർത്താനൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ അങ്ങോട്ട് അനുസരിച്ചാ മതി. പിന്നെ നീ പറയുന്ന അനുസരിക്കാൻ ഞാൻ നിന്റെ ശമ്പളക്കാരനൊന്നുമല്ല കേട്ടോ. ഓ അത് ശരി. അപ്പൊ 500 കോടി 5 ലക്ഷം ഒന്നും വേണ്ട? അത് വേണം, അതൊക്കെ ശരിയാ. പക്ഷെ അതിനുവേണ്ടി ഇത്തരം തരംതാണം കളിക്ക് കൂട്ടുവയ്ക്കാനേ എന്നെ കൊണ്ട് പറ്റത്തില്ല. താൻ കൂട്ടി വയ്ക്കൊന്നും വേണ്ടടോ, താൻ ഒന്ന് കണ്ണടച്ച് നിന്ന് എന്നാ മാത്രം മതി. പിന്നെ ഇതൊക്കെ ഒന്ന് ആറ് തണുക്കുന്നവരെ അവളുമാർ മുന്നോട്ട് ചാടിപ്പെടാനും നിൽക്കണ്ട. ഓ ഏതായാലും ഈ കാവേരി തന്റെ അമ്മാവന്റെ മോളോ പെങ്ങളോ ഒന്നും അല്ലല്ലേ. ഇതുവരെ അവര് മാണിക്യമംഗലത്തെ മാലാഖയായിരുന്നു. ബാക്കിയുള്ള മുഴുവൻ അവളുമാരുടെയും റോൾ മോഡലായിരുന്നു. ഇന്ന് രാത്രിയോടെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ഒരു കണക്കിന് നന്നായോടോ ഭായി, നന്നായി. താനവരെ കൊന്നില്ലെങ്കിലും കൊല്ലാക്കൊല ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തന്നല്ലോ. ഇനി അജയൻ ആരാണെന്ന് എല്ലാവരും ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ താൻ പേടിക്കൊന്നും വേണ്ട, തന്റെ കമ്മീഷനിൽ 1 രൂപ കുറവ് വരികയല്ല. പറഞ്ഞ എമൗണ്ടിൽ 1 രൂപ കുറവ് വരാതെ ഞാൻ കൃത്യ എമൗണ്ട് അങ്ങ് തന്നിരിക്കും. അതിപ്പോ താൻ പണിയെടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും. എടാ ചുമ്മാതെ എനിക്ക് കാശ് തരാൻ നിന്റെ തലയ്ക്ക് എന്താ ഓളമുണ്ടോ? കുറച്ച് ഓളമുണ്ടെന്ന് തന്നെ വെച്ചോ. അജയൻ കളി തുടങ്ങാൻ പോവാനോടോ കരീംബായി. ഇനി ഏതൊക്കെ വിക്കറ്റ് എപ്പോ വീഴുമെന്ന് താൻ ഗ്യാലറി ഇരുന്ന് ചുമ്മാ കണ്ടോടോ. എന്നാ വെച്ചോ. ശരി. ഗുണ്ടയാന്നും പറഞ്ഞ ഓരോരുത്തന്മാര് വായും പിടിച്ച് നോക്കിയെന്നോളൂ. കേഴന് ഒരുമാതിരി നാറ്റ കേസായിപ്പോയി. നിങ്ങളുടെ പ്രയാസമൊക്കെ എനിക്ക് മനസ്സിലാവും. ഇതുപോലൊരു കാര്യം നിങ്ങളോട് പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷെ പറയാതിരുന്ന അതൊരു വലിയ തെറ്റാവും. നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല ഇപ്പൊ ഈ പോയ കാവേരി ചേച്ചി. അവർക്ക് ഒരുപാട് വഴിവിട്ട ബന്ധങ്ങളുണ്ട്. അതീവ ബുദ്ധിമതി ആയതുകൊണ്ട് അവര് ഇത്രയും കാലം ആരെ അറിയിക്കാതെ അത് നടത്തിക്കൊണ്ടുപോയി. സത്യം പറഞ്ഞ അവർ വിശ്വട്ടിനെ മാത്രമല്ല നമ്മളെല്ലാരും ചതിക്കുകയായിരുന്നു. ഒന്നും അറിയാതെയല്ല പാവം വിശ്വട്ടൻ അവരോട് അകൽച്ച കാണിച്ചത്.